ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാഴ്ചയായി ഒരു വീഡിയോ ചെയ്തിട്ട് ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം രോഗവിശേഷണങ്ങളാണ്. രോഗങ്ങൾ അവ അറിയപ്പെടുന്ന പേരുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, അങ്ങനെയുള്ള ഓരോ രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം രോഗവിശേഷണങ്ങളാണ്. രോഗങ്ങളും അവ അറിയപ്പെടുന്ന പേരുകളുമാണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി, അതുപോലെ തന്നെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും മലമ്പനിയാണ്. ചതുപ്പ് രോഗം എന്നും ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും അറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. അടുത്തതായി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. അടുത്തതായി ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഗോയിറ്റർ. ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഗോയിറ്റർ. അടുത്തതായി ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ്. അടുത്തതായി രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ രോഗമാണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയ രോഗമാണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നതും രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. അടുത്തതായി ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനി. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. അതുപോലെ തന്നെ കോക്ക് രോഗം എന്നറിയപ്പെടുന്നതും ക്ഷയമാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നതും കോക്ക് രോഗം എന്നറിയപ്പെടുന്നതും ക്ഷയരോഗമാണ്. അടുത്തതായി ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം കുഷ്ഠരോഗം. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ് സാർസ്. അടുത്തതായി നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് അമിത രക്തസമ്മർദ്ദം. അടുത്തതായി വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് മരാസ്മസ്. അതുപോലെ തന്നെ പട്ടിണി രോഗമെന്നും അറിയപ്പെടുന്ന രോഗമാണ് മരാസ്മസ്. വിശപ്പിൻ്റെ രോഗമെന്നും പട്ടിണി രോഗമെന്നും അറിയപ്പെടുന്ന രോഗം മരാസ്മസ് ആണ്. അടുത്തതായി വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. അതുപോലെ ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നതും എലിപ്പനിയാണ്. വീൽസ് ഡിസീസ് എന്നും ബ്ലാക്ക് ജോണ്ടിസ് എന്നും അതുപോലെ 7 ഡേ ഫീവർ എന്നും അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. വീൽസ് ഡിസീസ് എന്നും ബ്ലാക്ക് ജോണ്ടിസ് എന്നും അതുപോലെ 7 ഡേ ഫീവർ എന്നും അറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. അടുത്തതായി വിഷുജുക എന്നറിയപ്പെടുന്ന രോഗം കോളറ. വിഷുജിക എന്നറിയപ്പെടുന്നത് കോളറ രോഗമാണ്. അതുപോലെ റിവറൈൻ രോഗം എന്നറിയപ്പെടുന്നതും കോളറ രോഗമാണ്. വിഷുജിക എന്നും റിവറൈൻ രോഗമെന്നും അറിയപ്പെടുന്നത് കോളറ രോഗമാണ്. അടുത്തതായി തൊണ്ടമുള്ള്, ഡിഫ്തീരിയ എന്നറിയപ്പെടുന്നു. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ആണ്. അടുത്തതായി അരിവാൾ രോഗം. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. അടുത്തതായി വൂൾ സോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ്. വൂൾ സോട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ്. അടുത്തതായി മാർജാര നൃത്തരോഗം എന്നറിയപ്പെടുന്നത് മീനമാത രോഗം. മാർജാര നൃത്തരോഗം എന്നറിയപ്പെടുന്നത് മീനമാത രോഗമാണ്. അടുത്തതായി മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന രോഗമാണ് ചെങ്കണ്ണ്. അടുത്തതായി വില്ലൻ ചുമ അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്നറിയപ്പെടുന്നത് പെർട്ടൂസിസ് ആണ്. വില്ലൻ ചുമ അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്നറിയപ്പെടുന്ന രോഗം പെർട്ടൂസിസ്. അടുത്തതായി എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ് രോഗമാണ്. എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ടൈഫോയിഡ് രോഗമാണ്. അടുത്തതായി മീസിൽസ് അല്ലെങ്കിൽ 5-ാം പനി എന്നറിയപ്പെടുന്നത് റുബിയോള. മീസിൽസ് അല്ലെങ്കിൽ 5-ാം പനി എന്നറിയപ്പെടുന്നത് റുബിയോള. അടുത്തതായി ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റുബല്ല. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് റുബല്ല. അടുത്തതായി സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗം. സിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗം. അതുപോലെ ഗ്രിഡ് രോഗമെന്നും അറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗമാണ്. സ്ലിം ഡിസീസ് എന്നും ഗ്രിഡ് രോഗമെന്നും അറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗമാണ്. അടുത്തതായി ഷെയ്ക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് രോഗമാണ്. ഷെയ്ക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് രോഗം. അടുത്തതായി പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് രോഗമാണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗം സിഫിലിസ് രോഗമാണ്. അടുത്തതായി ഉറക്ക രോഗം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ്. ഉറക്ക രോഗം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ആഫ്രിക്കൻ ട്രിപ്പനസോമിയാസിസ് എന്നറിയപ്പെടുന്ന രോഗം.
അടുത്തതായി കാല അസർ എന്നറിയപ്പെടുന്നത് ലീഷ്മാനിയാസിസ്. കാല അസർ എന്നറിയപ്പെടുന്ന രോഗമാണ് ലീഷ്മാനിയാസിസ്. അടുത്തതായി ക്രൂസ്ഫെൽറ്റ് രോഗം അല്ലെങ്കിൽ ജേക്കബ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭ്രാന്തി പശു രോഗമാണ്. ക്രൂസ്ഫെൽറ്റ്, ജേക്കബ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭ്രാന്തി പശു രോഗമാണ്. അടുത്തതായി സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് രോഗമാണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് രോഗം. അടുത്തതായി പിള്ളവാതം എന്നറിയപ്പെടുന്നത് പോളിയോ രോഗമാണ്. അതുപോലെ ഇൻഫൻറ്റൈൽ പാരാലിസിസ് എന്നറിയപ്പെടുന്നതും പോളിയോ രോഗമാണ്. പിള്ളവാതം എന്നും ഇൻഫൻറ്റൈൽ പാരാലിസിസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പോളിയോ രോഗമാണ്. അടുത്തതായി നിശബ്ദനായ കാഴ്ചപഹാരകൻ എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചപഹാരകൻ രോഗം എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമ രോഗമാണ്. എല്ലാവർക്കും ഇന്നത്തെ വിഷയം പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.